ശുശ്രൂഷയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ദൈവം വളരെ അത്ഭുതകരമായി നമ്മയെല്ലാം നടത്തുന്നു. ഓരോ ദിവസവും വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് കൃപ ചെയ്യുന്നു. ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ഇന്ന് രാവിലെ വചനം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുക. ഇത് കാണുന്ന നിങ്ങളുടെ ലൈഫിൽ ഇന്നു വരെ വെളിപ്പെടാത്ത ഒരനുഗ്രഹം ദൈവം തരും. ഇന്നത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്തത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ആ കുടുംബത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരിക തന്നെ ചെയ്യും. നിങ്ങളും ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം വളരെ അത്ഭുതകരമായി ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ലൈഫ് ബ്ലെസ്ഡ് ആകട്ടെ. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. നിന്റെ ആത്മമനുഷ്യൻ വളർന്നാൽ മറ്റെല്ലാം അതിന്റെ കീഴിലായിരിക്കും. ആത്മാവിൽ വളർന്നാൽ പ്രശ്നങ്ങളെ ചെറുതായും ദൈവത്തെ വലുതായും കാണാൻ പറ്റും. എന്നുള്ള വെളിപ്പാട് പറയാം. ആത്മാവിൽ വളർന്നാൽ ജീസസ്, ആത്മാവിൽ വളർന്നാൽ യേശുവിനെ വലുതായും പ്രശ്നങ്ങളെ. സിംഹക്കുഴി കടന്ന ദാനിയേലിനോട് ചോദിച്ച്, സിംഹത്തിൻ്റെ കൂടെ കഴിഞ്ഞ രാത്രി ഉറങ്ങിയല്ലയോ? അയ്യോ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സിംഹം മണപ്പിച്ചോ? സിംഹം ഇടിക്കാൻ വന്നോ? അന്നേരത്തെ അന്തരീക്ഷം ഒന്ന് വിവരിച്ച്. ദാനിയേൽ പറഞ്ഞ, ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ 5-10 പൂച്ചക്കുട്ടി കിടക്കുന്ന പോലെ തോന്നി. എന്നാ, എൻ്റെ ദൈവത്തെ വലുതായും സിംഹത്തെ. നിന്റെ വീടിന്റെ നടവാതിൽക്കൽ നിൽക്കുന്ന പ്രശ്നത്തെ ചെറുതായി കാണ്. നിന്റെ മേൽ നടകൊണ്ടവനെ വലുതായി. ശുഭന്റെ രക്തം ചെയ്യാം. നിന്റെ വിശ്വാസത്തിലെ ശക്തി വർദ്ധിച്ചാൽ പലവിനെ നിനക്ക് പിടിച്ചടക്കാൻ പറ്റും. യേശുവിനെ അങ്ങ് വലിയതായിട്ടും കാണണം. എൻ്റെ ദൈവം എന്ന് പറഞ്ഞ ആരാന്നറിയോ? അപ്പോൾ ഒരു കൊച്ചു പ്രശ്നം, ഒരു കൊതുക് വരുന്ന പോലെ ഒരു കൊച്ചു പ്രശ്നം. നിങ്ങൾ അങ്ങനെ 5 പ്രാവശ്യം പറഞ്ഞു നോക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന്. എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രശ്നത്തെ ലെവലേശം പേടിയില്ല. കൊമ്പ് കുലുക്കിയൊക്കെ ചിലത് വന്നിട്ടുണ്ട്. ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞോടി, ഇതിനെ ഞാൻ ജയിച്ചിരിക്കും. നീ എന്തേലും ചെയ്യുന്ന ഞങ്ങൾ ചെയ്യാനല്ല, നീ ഒന്നും ചെയ്യത്തില്ല, ഇതിനെ ജയിച്ചിരിക്കും. അഭിഷക്തൻ വരച്ച വര കടക്കത്തില്ല. അത് ദൈവത്തിന്റെ ദൂത. ഇന്ന് പകൽ നിന്റെ എതിരാളി എത്ര കരുത്തനായാലും പ്രാർത്ഥിക്കുന്ന നിന്നോട് അടുക്കത്തില്ല. അതിന് കാരണം നീ ഒരു ദൈവവൈതല. വിശ്വാസം പറയാൻ കൃപ ലഭിച്ചവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എനിക്കറിയാം, അകത്ത് ദൈവകൃപ ജ്വലിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിച്ചേ. അപ്പം നമ്മൾ നമ്മുടെ ആത്മീക വർധനവിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ്? നമുക്ക് ബൈബിളിലേക്ക് കയറാം. ബൈബിൾ എന്ത് പറയുന്നു? അനി ബ്രദർ പ്രസംഗിച്ചാലും ആര് പ്രസംഗിച്ചാലും ബൈബിൾ എന്ത് പറയുന്നു, അവിടേക്കാണ് നമ്മുടെ ദൂത് വരേണ്ടത്. വായിക്കാം. കർത്താവിൻ്റെ സ്തോത്രം. എഫേഷ്യൻസ് ചാപ്റ്റർ 4:29. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 29-ാമത്തെ വചനം ശ്രദ്ധിക്കുക. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നമ്മൾ രാവിലെ നന്നായിട്ട് ബ്രഷ് ചെയ്യുന്നവരാ. അത് കഴിഞ്ഞ് ഓരോരുത്തർ റേഞ്ചിലാണ്. ഉമ്മയ്ക്കരി കൊണ്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ, പേസ്റ്റ് വാങ്ങിച്ച് ബ്രഷ് ചെയ്യാവുന്ന അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞാൽ അതിനേയും കൂടി റേഞ്ചുണ്ട്. ബ്രഷ് കഴിഞ്ഞാൽ ഉടനെ മൗത്ത് വാഷ്. അത് ഓരോരുത്തരുടെ ലെവല. മൗത്ത് വാഷ് ഒന്നും ഇടാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, വായിന്ന് വരുന്ന വാക്ക് നല്ലതായിരിക്കണം. അപ്പോൾ ചോദ്യം, നിന്റെ ആത്മീകത്തിന് കേടുവരുന്ന ഒരു വാക്കും യോഗത്തിനായാലും അല്ലേലും പുറത്തു വരാൻ പാടില്ല. ഈ ചിലർക്ക് എന്തോ പറഞ്ഞാലും ഒരു പ്രശ്നമില്ല, 1 മിനിറ്റോളം അവർ മറക്കും. പക്ഷെ അവർ പറഞ്ഞാൽ ഭയങ്കര സാധനങ്ങൾ പറഞ്ഞോളി. ഇപ്പോൾ മലയാളത്തിലെ എല്ലാം ഇക്ഷായും ഇറായും ചില്ലക്ഷരം വരെ എടുക്കുന്നവരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നിട്ട് സാരം നിങ്ങൾ പഠിച്ചേ.
അപ്പം നമ്മുടെ ആത്മീക വർധനവിന് തടസ്സം ആരാ? നമ്മൾ. കഴിഞ്ഞൊരാഴ്ചയൊന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ച് എത്ര വട്ടം ദേഷ്യപ്പെട്ടു. അത് പറഞ്ഞു, കർത്താവേ ക്ഷമിക്കണേ. ഇപ്പൊ കർത്താവ് മേളിലൊരു സിസ്റ്റമായിട്ടിരിക്കുക, ഓരോന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയോ? അങ്ങനെയാണോ? എന്തും പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കർത്താവ് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ കർത്താവ് പെട്ടെന്ന് ഡിലീറ്റിൽ അടിക്കും. അങ്ങനൊന്നും അല്ല സിസ്റ്റം. ഒരു കാര്യത്തെക്കുറിച്ച് നിനക്ക് അറിവുണ്ടായിട്ട് അത് പിന്നെ ചെയ്ത തെറ്റാ. ആത്മീക വർധനമായി ഇവിടെ സബ്ജക്റ്റ്. ശ്രദ്ധിക്കണമേ, എന്നോട് ദൈവാത്മ പറഞ്ഞു, ഒരു ദുഷ്ടനും അടുക്കാൻ പറ്റാത്ത ലെവലിലോട്ട് ചിലരെ തമ്പുരാൻ പൊക്കിക്കൊണ്ടുവരാൻ പോവാ. അതിന്റെ ഒന്നാമത്തെ പടിയാ. വാക്യം വായിക്കാം. എഫെസ്യൻ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി എന്ന് പറഞ്ഞ മനസ്സിലായോ? കേൾക്കുന്നവർക്ക്. ഇപ്പം ഞാൻ നിഖിലിനോടൊരു കാര്യം പറഞ്ഞു, എന്ത് വായിക്കോട്ടെ, ആ പറയുന്ന വാക്ക് നിതിലിന് കേടുവരുന്ന വാക്കാകരുത്, നിതിന് ആത്മീയ പ്രചോദനം വരുത്തുന്ന വാക്കായിരിക്കണം. അങ്ങനെ അന്ന് നിന്റെ സാന്നിധ്യം എപ്പോഴും ആഗ്രഹിക്കും. ശ്രദ്ധിക്കുക, ഞാൻ ഇദ്ദേഹത്തെ എൻകറേജ് ചെയ്ത് സംസാരിച്ചാൽ എന്നെ കാണാൻ ഇദ്ദേഹം ആഗ്രഹിക്കും. 1000 പേരുണ്ടെങ്കിലും പുറകെ നിൽക്കുമ്പോൾ എന്നെ കാണുമ്പോൾ ഇങ്ങനെ കൈപൊക്കി കാണിക്കും. ഞാൻ നിഖിലിനെ അങ്ങ് ഇടിച്ച് താത്ത് സംസാരിക്കുക. ഇവൻ്റെ അകത്തുള്ള എല്ലാ കഴിവിനെ ഞാൻ 4 വഴിക്കും വെട്ടി സംസാരിക്കുക. അവിടെ വരുമ്പോൾ എന്നെ കാണുമ്പോൾ കട്ടിലപ്പെട്ട് പോകത്തില്ലേ? ഉറപ്പായിട്ട് പോകുന്നു. ശ്രദ്ധിച്ചേ. അപ്പൊ നിങ്ങൾ പറയുന്ന വാക്കുകൊണ്ട് മറ്റവർ ഇത് പറഞ്ഞത് കൊണ്ട് നാം ഇത് പറയുന്ന സിസ്റ്റം വിടണം. എടാ, അവര് പ്രാർത്ഥിക്കുന്നവർ അവരങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ചെയ്യാമല്ലോ. കുഞ്ഞെ, ഇത് നിൽക്കുന്ന ഇച്ചിരി പ്രയാസ. ഇറങ്ങി വെച്ച് കുഴഞ്ഞവരൊത്തിരി ഉണ്ട്. കൃപ എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നിൽക്കാൻ ഇച്ചിരി പ്രയാസമാണ്. നിൽക്കാൻ പ്രയാസം. അതിന് നമ്മൾ സഭ മാറി പോയിട്ട് കാര്യമില്ല. മനസ്സിലായി? നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ബേസിക് ഉണ്ടല്ലോ നിൽക്കാൻ പറ്റൂ. നിന്റെ അകത്ത് വചനവും ദൈവകൃപ ഉണ്ടേലേ നിനക്ക് ഉറച്ചു നിൽക്കാൻ പറ്റൂ. പക്ഷെ അനുഗ്രഹം നിന്റെ കൈയെത്തുന്ന ദൂരത്ത് തമ്പുരാൻ ഇറക്കി തരാൻ ശക്തനാ. കുഞ്ഞ്, നീ നന്നാകാതെ എവിടെ പോയാലും നിനക്ക് കിട്ടുന്ന കൃപ ഒരാഴ്ച നിൽക്കത്തുള്ളൂ, പിറ്റേ ആഴ്ച പോവും. പിറ്റേ ആഴ്ച നീ പണ്ടത്തെ പോലെ ആവും. ഞാൻ ദൂതിലേക്ക് വരിക, ശ്രദ്ധിച്ച് കേൾക്കണം. അതുകൊണ്ട് ബേസിക് ആയിട്ട് നിനക്ക് ഒരു സ്പിരിച്വൽ ഗ്രോത്ത് നടക്കണമെങ്കിൽ നിന്റെ അകത്ത് വെളിപ്പെടേണ്ട കാര്യമാണ് പറയുന്നത്. ഒരാമി പറഞ്ഞു കൊടുക്കണം. ആമി, ശ്രദ്ധിക്കണമേ. നമുക്കൊരു കൊച്ചു ജനിച്ച ആ കൊച്ചിനെ കുറിച്ച് നമുക്ക് പ്രതീക്ഷയുണ്ടോ? ഏതെങ്കിലും അപ്പന്മാരുടെ മക്കൾ നീ എപ്പോൾ രക്ഷിക്കപ്പെട്ടോ അപ്പം നീ യേശുവിൻ്റെ പൈതലായി. ഒരാമയും പറഞ്ഞാട്ട് ദൈവത്തിന് നിന്റെ മേൽ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, നീ സാധാരണ ജാതികളെ പോലല്ല. നിന്നെ തൊട്ടാൽ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊട്ടിരിക്കുക. പൗലോസ്ലീഹ ഒരു പടി കയറി പറഞ്ഞു, പരിശുദ്ധാത്മാവിനാൽ നിന്നെ ഞാൻ മുദ്രയിട്ടിരിക്കുക. പിടികിട്ടിയോ? ഹല്ലേലൂയ. ദൂതിലേക്ക് വരിക. അപ്പം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നീ എന്ത് ചെയ്യണമെന്ന് ആത്മീയമായിട്ട്. ചില എനിക്ക് ഇച്ചിരി സമ്പത്തൊക്കെ ഒന്ന് തന്നായിരുന്നെങ്കിൽ ഞാനൊന്ന് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ എവിടെ യോഗത്തിന് പോലും വരത്തില്ല. പിന്നെ എന്നാ സ്പിരിച്വലി പൊങ്ങിയ ഒരുവനോട് അനുഗ്രഹത്തിൻ്റെ കാര്യം പറയണ്ട, അവൻ അനുഗ്രഹം കിട്ടിയിരിക്കും. സത്യം ഞാൻ പറയാം. ചില ആൾക്കാർ പറയുന്നുണ്ട്, ബ്രദറെ ഭയങ്കര പ്രശ്നമാണ്, നിന്നെ കർത്താവിലേക്ക് അടുപ്പിക്കാനായി പ്രശ്നം. നീ അടുക്കാതെ പൊക്കോ, നീ കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറെ വഴി കൊണ്ടിവിടെ കൊണ്ടുവരും. അതിൻ്റെ കാരണം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. ഒന്ന് വായിക്കാം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം വായിച്ചേ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതെന്ന് നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ആരോട്? ഇങ്ങോട്ട് നോക്ക്. കഥ പറയാൻ പോന്നെ. എനിക്കെൻ്റെ ഭാര്യയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കെൻ്റെ ഭാര്യ ഇഷ്ടമാണെങ്കിലും ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടമാണെങ്കിലും എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ പോലും, ഞങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ പോലും ജീസസ് ആകരുതാത്ത വാക്ക് ഞാനും പറയാൻ പാടില്ല, എൻ്റെ ഭാര്യയും പറയാൻ പാടില്ല. ഞങ്ങളെ ആക്കി പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായി. അവർക്കായി സ്തോത്രം. അതെന്ന് പറഞ്ഞാൽ യോഗത്തിൻ്റെ കാര്യമല്ല, കമ്മിറ്റിയുടെ കാര്യമല്ല, ആരാധനയുടെ കാര്യമല്ല പറഞ്ഞത്. 365 ദിവസവും നിന്നെ കാണുന്ന 2 കണ്ണുകളുണ്ട്. ചില ആൾക്കാർ ഈ 10 കൽപ്പന പൊട്ടിക്കുന്നു എന്നുള്ളതാ മാത്രമാണ്. ബാക്കി എല്ലാ കൽപ്പനയും എന്നേ പൊട്ടിക്കിടക്കുമോ? ബൈബിളിൽ പറഞ്ഞ ഏത് അനീതിയും പാപമാണ്.
ഏഴാമത്തെ കൽപ്പന ലംഘിക്കുന്ന പോലെ തന്നെയാണ് വേദപുസ്തകത്തിൽ നീ ചെയ്യുന്ന എല്ലാ പാപങ്ങളും. മത്സരം, ആഭിചാരദോഷം. ആഭിചാരത്തെക്കാട്ടി ഭയങ്കരമാണ് മത്സരം. മനസ്സിലായി? ഞാൻ വാക്യത്തിലേക്ക് വരിക. അപ്പം ഒരു കാര്യം ചിന്തിച്ചേ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മീയ പ്രയോജനമില്ലാത്ത ഒരു വാക്കും ആരെക്കുറിച്ചും നിന്നെക്കുറിച്ചും പറയാൻ പാടില്ല. ചിലർക്ക് 25 ഞൊണ വൈകുന്നതിനിപ്പുറം പറഞ്ഞില്ലെങ്കിൽ സ്വസ്ഥതയില്ല. പിന്നെ അവരിങ്ങനെ മൊബൈലൊക്കെ പിടിച്ചു ഇങ്ങനെ നോട്ടൊക്കെ ആരെ വിളിക്കണം. ഗതികെട്ടം കാണാൻ ഒരുത്തൻ ഒരു നമ്പർ തെറ്റി വിളിച്ചു പോയി, അവൻ്റെ കാര്യം തീർന്നു. പിന്നെ അവനുമായിട്ട് കമ്പനിയായി. പിണങ്ങരുത്. ഞാൻ കാര്യത്തിലേക്ക് വരിക. ഇങ്ങനെ സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടേ സത്യം പറയാം, ആത്മീയ ഉയർച്ച ഒരിക്കലും കിട്ടത്തില്ല. അനിബ്രതറോ വേറെ ഏതെങ്കിലും ബ്രദറോ തലയെ കൈവച്ച് കുലിക്കുക ഉടനെ കിട്ടുന്നതല്ലിത്. ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവിന് സ്തോത്രം. നിന്റെ ആത്മീകം വർദ്ധിച്ചാൽ, ജീസസ്, ആത്മീക വർധന ഒരുവന് വരുംതോറും ദൈവവുമായിട്ടുള്ള ബന്ധം കൂടുക. അവൻ്റെ ഒരാമയും പറഞ്ഞു തുടങ്ങണം. ചിലരുമായിട്ട് 2 മിനിറ്റ് സംസാരിച്ചാൽ അറിയാം അവൻ്റെ ഉദ്ദേശം എന്താ, അവൻ്റെ ആത്മീക പക്വത എന്താ, അവൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപ ഏതാന്ന് 5 മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ചിലരൊക്കെ ഇപ്പം മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ബ്രദറെ ആ ഭാഗം വിടല്ലേ, അച്ചായൻ ഇന്നലെ എന്നോട് വഴക്കുണ്ടാക്കുമ്പം പറഞ്ഞ് അതുകൂടെന്ന് പറയാൻ പറയുന്നുണ്ട്. അതും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി അച്ചായൻ അത് പറയത്തില്ല, ഇനി ആൻറ്റി അത് പറയത്തില്ല. സാധാരണയൊക്കെ ഭർത്താക്കന്മാർ ഭാര്യമാരെയും കൗൺസിലിംഗ് വരുമ്പോൾ ഭാര്യമാരെ കരഞ്ഞുകൊണ്ട് ഞങ്ങളോട് പറയുന്നത്, എൻ്റെ ബ്രദറെ ഇന്നലെ വൈകിട്ട് 8 മണിക്ക് ഒറ്റ അടി എൻ്റെ കവളത്ത് ഒരു പല്ല് വായിപ്പോയി. ഈയിടെ ഒരു ഫാമിലി വന്നപ്പം അച്ചായനെ പറഞ്ഞു, എൻ്റെ ബ്രദറെ ഒറ്റ അടി അവൾ ഒരു പല്ല് പോയി. ഞാൻ ആ പുരുഷനെ നോക്കി സങ്കടപ്പെട്ടു. തോരു ഗതികേടാ കർത്താവ്. പോട്ടെ, ഞാൻ വാക്യത്തിലേക്ക് വരിക. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം നിങ്ങൾ മനസ്സിലാക്കി. ഹല്ലേലൂയ. നമ്മുടെ വായിൽ നിന്ന വാക്ക് ആരെ മുറിക്കരുത്. ചിലർക്ക് ഈ മുറിച്ച് വർത്താനം പറഞ്ഞ് പഠിച്ച് അവർക്ക് അങ്ങനെ ഒന്ന് മുറിച്ചാൽ പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയാൽ ഒരു കൊത്ത അതിനകത്ത് കയറി. ഇവന് എങ്ങനെ ഇവൻ വളരും? ഇവിടെ ഒരുവൻ്റെ ബലഹീനത ക്ഷമിക്കാൻ നീ തയ്യാറാകണം. നിന്നെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞു, ഒരൊറ്റ വാക്ക് പറഞ്ഞു, നമ്മൾ ഒരു വാക്കിന് വിടുവോ? പറഞ്ഞില്ലയോ? ഞാനും നേതൃത്വങ്ങളുടെ കീഴിൽ ശുശ്രൂഷിച്ചതാ 10 വർഷം. നേതൃത്വങ്ങളുടെ കീഴിൽ, കീഴ്വഴക്കങ്ങളുടെ കീഴിൽ. ഹല്ലേലൂയ. ഒരു സ്വമേധാവേലയ്ക്ക് ചെന്നില്ലെന്ന് കാരണത്താൽ, സ്തോത്രം, എന്നെ കൊണ്ട് ഒരു ദിവസം 38 വീട് കയറ്റിച്ചിട്ടുണ്ട്. ഞാൻ സന്തോഷത്തോടെ കയറിയവനാ. എന്തിനാ? ഒരു ശുശ്രൂഷ ലെവലിൽ നിൽക്കുമ്പോൾ മുകളിൽ നിൽക്കുന്ന ആൾ പറയുന്നത് താഴെ നിൽക്കുന്ന ആൾ കേൾക്കണം. അതാ ശുശ്രൂഷയുടെ മെത്തേഡ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ചിലർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമ്പോൾ വിട്ടുപോക്കോളൂ. അതിൻ്റെ കാരണം വേറൊന്നുമല്ല. സ്തോത്രം. ആത്മീക വർധനവാ വിഷയം. ഉറപ്പ് തരാം, നിന്റെ ആത്മീകത്തിന് കേടുവരുന്ന യാതൊരു കാര്യം ഒരിക്കലും വളരാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവനവൻ്റെ ആത്മീക വളർച്ചയെ തടയാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. കാരണം നിന്നെ ദൈവകൃപ കൊണ്ട് നിറയ്ക്കാൻ എൻ്റെ കർത്താവ് ഇന്ന് പകൽ ശക്തനാണ്. അപ്പം നമ്മുടെ ആത്മീക വർധന ഒന്നാമത് നമ്മുടെ വായിലെ വാക്ക് എന്ത് ചെയ്യണം? നല്ലതായിരിക്കണം. ഒന്ന് കൈ കൊടുത്തണം. നല്ല വാക്ക് പറയാൻ പഠിക്കാൻ പറ. നിന്റെ വായിൽ നിന്ന് വാക്ക് സുഗന്ധമാകട്ടെ. ഞാനിപ്പോൾ നിഖിലിനെ കൂടെ പറയാം, എൻ്റെ മോനെ നീ ഒരു അനുഗ്രഹം. മോനെ ഒരു മിനിറ്റ് വന്ന് ഞാനിപ്പോൾ ഇവനോട് പറയുക, എടാ മോനെ നീ സഭയ്ക്ക് ഒരു അനുഗ്രഹമാണ്, നിന്റെ വർഷിപ്പ് ഭയങ്കര ബ്ലെസ്സിങ്ങാണ്, നിന്നെ കർത്താവിന് ഒത്തിരി പ്രയോജനപ്പെടും. ഇങ്ങനെ ഞാൻ ഇദ്ദേഹത്തെ പുകഴ്ത്തി പറയുമ്പം ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാണ് അല്ലേ? സത്യമായിട്ടല്ലേ? എന്നെ പുകഴ്ത്തി പറഞ്ഞാൽ എനിക്ക് സന്തോഷം ഉണ്ടാവും. അതെന്താ? എൻ്റെ വായിലെ വാക്ക്. ചില ആൾക്കാർ പറയുന്നുണ്ട് സന്തോഷിപ്പിക്കാൻ. അല്ല, വായിൽ നല്ല വാക്ക് പറഞ്ഞ് പഠിച്ചാൽ നീ ചെല്ലുന്നിടത്തെല്ലാം നിനക്കും നല്ല വാക്ക് കിട്ടും. തക്ക സമയത്തെ വാക്ക് താലത്തിലെ പൊന്നാരിങ്ങ പോലെന്നാ. ഒരാമയും പറഞ്ഞാട്ട്. ചിലരുടെ വായിൽ കയറി ഇറങ്ങുന്നതിനെ ഭയങ്കര കഷ്ടപ്പെട്ട. പോട്ടെ, കർത്താവിൻ്റെ സ്തോത്രം. അതെല്ലാം വിടുക. നമുക്ക് വായിക്കാം ഒരു വാക്യം കൂടെ. കർത്താവിൻ്റെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം എടുത്തേ. 1 Corinthians chapter 14, 14-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം വായിച്ചു കേൾക്കാം. സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ. ആകയാൽ എന്ത്? സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. ഓരോരുത്തവന് സങ്കീർത്തനം ഉണ്ട്.
ഉപദേശമുണ്ട്. ഉപദേശമുണ്ട്. വെളിപ്പാടുണ്ട്. വെളിപ്പാടുണ്ട്. അന്യഭാഷയുണ്ട്. അന്യഭാഷയുണ്ട്. വ്യാഖ്യാനമുണ്ട്. വ്യാഖ്യാനമുണ്ട്. സകലവും ആത്മീക വർധനയ്ക്കായി ഉതകട്ടെ. ഒരാമയും പറഞ്ഞോട്ടെ. ഈ വാക്യത്തിലോട്ട് കയറിയ ഇപ്പം നിങ്ങളുടെ ആത്മിക ലെവല് മാറും. ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്ന ഓരോ പദ്ധതിയുണ്ട്. നീയായിട്ട് ധൃതി കൂട്ടരുത്. ധൃതി കൂട്ടി കുരുക്കി ചെന്ന് കയറരുത്. നിന്റെ സ്പിരിച്വൽ ലെവൽ നീ ഹയർ ലെവലിൽ എത്തിച്ചാൽ മതി. നിനക്ക് തുറക്കേണ്ട വഴി തുറക്കേണ്ട പോലെ തുറന്നിരിക്കും. എന്നോട് ദൈവാത്മാവ് പറയുന്നത് ചില തടസ്സങ്ങൾ വലിയ ഓപ്പണിങ്ങിന് വേണ്ടിയാ, ചില പ്രതിസന്ധികൾ വലിയ അനുഗ്രഹത്തിന് വേണ്ടിയാ. ചിലതൊക്കെ തടസ്സപ്പെട്ടത് തകർക്കാനല്ല, നിന്റെ സന്തതിക്ക് ദൈവം വെച്ച ഭാവി ശ്രേഷ്ഠമാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു, ആമേൻ, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു, ജീസസ്, ആമീൻ, നിനക്കുണ്ടാകുന്ന തടസ്സമെല്ലാം ഒരു വലിയ നന്മയ്ക്കാ. വിശ്വാസമുണ്ട്? ആമീൻ പറ. പിശാച് തടഞ്ഞാലും ഞങ്ങൾ പറയാതെ നന്മയ്ക്കാ. എന്തെല്ലാം പ്രതിസന്ധി വന്നാലും പറയണം അതെല്ലാം നന്മയ്ക്കാണ്. ഇവിടെ നമ്മൾ കൂടി വരുമ്പോൾ നടക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടണം. ഒന്നുകൂടെ വായിച്ചു കേട്ടേ. സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. ഓരോരുത്തവന് സങ്കീർത്തനം ഉണ്ട്. ഉപദേശമുണ്ട്. അപ്പൊ കൂടി വരുമ്പോൾ കൈയടിച്ച് ഓടി പറഞ്ഞു പോയെന്നല്ല, ഉപദേശം ഉണ്ട്. വെളിപ്പാടുണ്ട്. വെളിപ്പാടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച്. കൊതിയുണ്ടോ വെളിപ്പാട് കാണാൻ? കൂടിയിരിക്കുമ്പോൾ എന്തുണ്ട്? വെളിപ്പാടുണ്ട്. പിന്നെ അന്യഭാഷയുണ്ട്. അന്യഭാഷയുണ്ട്. വ്യാഖ്യാനമുണ്ട്. അന്യഭാഷ മാത്രമേ ഇപ്പോൾ ഉള്ളൂ, വ്യാഖ്യാനം കൂടെ വേണം. പിടികിട്ടിയോ? നീ പറയുന്ന ഭാഷാവരം വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാതാക്കൾ ആരാധനയ്ക്ക് നടുവിൽ എഴുന്നേൽക്കട്ടെ. ഈ അന്യഭാഷ പറയുന്നതിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് അവൻ ആത്മീക മർമ്മങ്ങൾ സംസാരിക്കുന്ന, മനസ്സിലായി? മർമ്മങ്ങൾ. വ്യാഖ്യാതാക്കൾ സഭയ്ക്കകത്ത് എഴുന്നേക്കണം. സഭയ്ക്കകത്ത് പ്രവാചകർ എഴുന്നേക്കണം. സഭയ്ക്കകത്ത് എന്താ എഴുന്നേക്കണം? പ്രവാചകർ എഴുന്നേക്കണം. വെളിയിൽ നിന്ന് പ്രവാചകൻ വരണമെന്നല്ല. നമ്മളൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു പ്രവാചകനെ എന്ന് വിളിച്ചിരിക്കുന്നത് ദൂതൊക്കെ പറയും. അങ്ങനെ പറയുമ്പോഴും വരുന്ന ആൾക്കാരുണ്ട്. അല്ല, വല്ല ബന്ധനവും വീട്ടിലുണ്ടോ എന്നറിയാൻ. അറിഞ്ഞിട്ട് എന്താ ചെയ്യാൻ? ടെൻഷൻ കൂട്ടാനില്ലേ? ഇങ്ങോട്ട് നോക്ക്, ഞാൻ വാക്യത്തിലേക്ക്. ഇനി പ്രവചനം എന്തുവാ? ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രവചനങ്ങൾക്ക് ഓടാറുണ്ട്. പ്രവചനം എന്ന് പറഞ്ഞാൽ ബിബ്ലിക്കലി ഉള്ള പ്രവചനം. കൊരിന്ത്യലേഖനം എടുത്ത് ഈ വാക്യം വിട്ടരുത്. 14-ാം അധ്യായം 1 മുതൽ വായിച്ചു. സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പീൻ. സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പീൻ. ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ. പ്രവചനവരം വാഞ്ചിച്ചോണം, കൊതിച്ചോളാൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ലല്ലോ. അടുത്തത്, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും. പ്രവചനത്തിന്റെ പിമ്പിൽ ഇങ്ങനെ ആയിരിക്കണം പ്രവചനം. ഒന്ന്, ഒരുവൻ പ്രവചിച്ചാൽ പ്രവചനം കേൾക്കുന്നവൻ ആത്മീക വർധന ഉണ്ടാകണം. 2, പ്രബോധനത്തിനും. പ്രവചനത്തിനകത്തൊരു പ്രബോധനമുണ്ട്. പിന്നെ ആശ്വാസത്തിനുമായി പ്രവചനത്തിനകത്തൊരു ആശ്വാസമുണ്ട്. മനുഷ്യരോട് സംസാരിക്കുന്നു. അല്ലാതെ പ്രവചനം കേട്ടണ ചങ്കത്ത് ഇടി കിട്ടിയ പോലല്ല. 7-ാം മാസം 14-ാം തീയതി നിന്റെ വീട്ടിൽ നിന്ന് ശവപ്പെട്ട് ഇറങ്ങുന്നല്ല. ഈ ചില പ്രവാചകർ വന്ന ഒരു അന്തരീക്ഷം 5 മിനിറ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യും. പെണങ്ങരുത് എന്നോട്. ഞാൻ അറ്റൻഡ് ചെയ്തൊരു മീറ്റിംഗ് പറയാം. ഒരു പ്രവാചകൻ വന്നു. ജനം ഭയങ്കര ആരാധിച്ച് നിൽക്കുമ്പം ഒറ്റയടിയ പ്രവചനം. കെട്ടിപ്പൊക്കാത്ത കിണറിനകത്ത് 8 വയസ്സിൽ താഴെയുള്ള കൊച്ചിൻ്റെ ശവം ചത്ത് പൊങ്ങിക്കിടക്കുന്നു. എൻ്റെ പൊന്നെ, 8 വയസ്സിനകത്ത് പ്രായമുള്ള 6 അമ്മമാർ 1 മിനിറ്റ് കൊണ്ട് എഴുന്നേറ്റ് പോയി. കെട്ടിക്കിടക്കാത്ത കിടറുവാ. ഓടി വീട്ടിൽ പോയി. ഇരുന്നവരെല്ലാം വിറയ്ക്കാൻ തുടങ്ങി. ഉള്ള പിള്ളേരെയെല്ലാം മുറിക്കാത്തിട്ട് പൂട്ടി താക്കോലും കൊണ്ട് നടക്കുക. ശുശ്രൂഷ അനുഭവിക്കാൻ വന്നവരെല്ലാം വരുണ്ട് 4 വഴിക്ക് ഓടി. പിള്ളേരെല്ലാം മുറിക്കാത്തിട്ട് പൂട്ടി. ബൈബിൾ പറയുന്ന പ്രവചനത്തിനകത്ത് ഒരുവൻ ആത്മിക വർധന ഉണ്ട്. വരാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം കാണിച്ചു തരും. അതിന് മുട്ടയിരുന്ന് പ്രാർത്ഥിച്ച് ജയമെടുക്കണം. നിന്റെ കുഞ്ഞിനൊരു അനർത്ഥം വരുമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ അതിന് നീക്കുപോക്ക് ദൈവം തരും. അതിനകത്തൊരു ആത്മിക പ്രയോജനം ഉണ്ടായി വരട്ടെ. എന്നോട് ദൈവാത്മ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് ചിലരെ ദൈവം അഭിഷേകം ചെയ്യാൻ പോകുകയാ. നീ പ്രാർത്ഥിച്ചാൽ ഡോറുകൾ ഓപ്പണായി വരും.
നീ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. നിന്റെ സ്പിരിച്വൽ ലൈഫ് നീ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തേ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഒരു അടുത്ത ലെവലിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകുക. പിശാചിന് അടുക്കാൻ പറ്റാത്ത, മന്ത്രവാദികൾക്ക് അടുക്കാൻ പറ്റാത്ത ഒരു ദൈവകൃപയിലേക്ക് നമുക്ക് എങ്ങനെ ആത്മീയ വർധന ഉണ്ടാക്കാം? ശ്രദ്ധിക്കണം. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുന്നു. വാക്യം പ്രസംഗം ആരംഭിക്കുന്നു. കൊലോഷ്യൻ ചാപ്റ്റർ 2 verse 7. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു വന്നവനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. പൗലോസ് ഒരു വെളിപ്പാട് പറയുക. ആത്മീക വർധന ഉണ്ടാകണമെങ്കിൽ യേശു ക്രിസ്തുവിൽ വേരൂന്നണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മരുഭൂമിയിൽ നിൽക്കുന്ന മരവും നദിക്കരെ നിൽക്കുന്ന മരവും പച്ചയാണേലും ഇലയിലൊരു വ്യത്യാസമുണ്ട്. മരുഭൂമിയിൽ നിൽക്കുന്ന പച്ചല പോലെ തോന്നും, എന്നാൽ നദിക്കര നിൽക്കുന്നത് ഒറിജിനൽ പച്ചയാണ്. അതിൻ്റെ കാരണം പറയാം. നിപ്പ അവിടെ ആണെങ്കിലും വേര് വെള്ളക്കണ്ണിയെ മുട്ടിക്കൊണ്ടിരിക്കും. നിന്റെ വേര് ക്രിസ്തുവിൽ ആഴ്ന്നിറങ്ങണം. എങ്ങനെ ക്രിസ്തുവിൽ വേരാഴ്ത്തി ഇറക്കാം? നിന്നെ വാട്ടാൻ തക്കവണ്ണം ചൂട് ശക്തിയോടടിച്ചാലും നീ വാടത്തില്ല, അതിനകത്ത് നീ ഉറച്ചു നിൽക്കും. നിനക്കറിയാമോ കുഞ്ഞെ, നീ ഒന്ന് വാടി കാണാൻ നിന്റെ നാട്ടുകാർക്ക് എന്നെ ഇഷ്ടമാണെന്നറിയോ? നിന്റെ പച്ചിപ്പൊക്കെ ഒന്ന് പോയി, ഗ്ലോറി, നീ ഒന്ന് തല കുനിച്ച് ആരും കാണാൻ ഇങ്ങനെ നടത്തുന്ന ചെറുക്കൊക്കെ എന്നെ ഇഷ്ടമാണെന്നറിയോ? പക്ഷെ നീ പറയണം, ഞാൻ നിൽക്കുന്നത് ഒരു നദിയുടെ കരയില്ല, ഞാൻ നിൽക്കുന്നത് യേശു ക്രിസ്തുവിലാ, ഞാൻ നിൽക്കുന്നത് എൻ്റെ വേര് ക്രിസ്തുവിലാണ്. അതുകൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട്. എന്നോട് ദൈവാത്മാ പറഞ്ഞ ചിലതിനെ പിഴുതെറിയാൻ പിശാചൊരുക്കുന്ന കുതന്ത്രങ്ങളെ എൻ്റെ ദൈവം പൊട്ടിച്ചെറിഞ്ഞിട്ട് ഇന്ന് വരെ സംഭവിക്കാത്തത് പോലെ ചിലതിനെ ദൈവം പൊട്ടിക്കിളിർപ്പിക്കാൻ പോകുന്നു. എന്താ പേരപ്പച്ചൻ്റെ? CM മാത്യു. എവിടെയാ സ്ഥലം? വാഴൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അച്ഛൻ എന്തായിരുന്നു രോഗം? ലങ് ക്യാൻസർ ആയിരുന്നു. ലോർഡ്, ഇവിടെ വെച്ച പരിശുദ്ധാത്മാവ് പറഞ്ഞു ഈ വ്യക്തിയെ ദൈവം തൊടുകയാണെന്ന് പറഞ്ഞു. അച്ഛാ, തൊട്ടതിന് ശേഷം അച്ഛനുണ്ടായ മാറ്റം എന്താണ്? മാറ്റം ശബ്ദം കിട്ടി. ശബ്ദം ഇല്ലായിരുന്നു നേരത്തെ? ശബ്ദം ഇല്ലായിരുന്നു. ആള് പിടിച്ചോണ്ട് നടക്കണമായിരുന്നു. തന്നെ സ്റ്റെപ്പ് കയറി വന്നു. അതൊക്കെ മാറ്റാം. പിന്നെന്താ? ആഹാരത്തിനോട് സംബന്ധിച്ച് ആഹാരം ധാരാളം കഴിക്കുന്നുണ്ട്. നേരത്തെ കഴിക്കത്തില്ലായിരുന്നു. ജീസസ്, ആഹാരം കഴിക്കത്തില്ലായിരുന്നു, ആഹാരം ധാരാളം കഴിക്കും. തന്നെ പിടിക്കാതെ സ്റ്റെപ്പ് കയറി വന്നു. സംസാരശേഷി പോയതായിരുന്നു, അത് തിരിച്ചു കിട്ടി. യേശു ജീവിക്കുന്ന ദൈവമാണ്. അച്ഛാ, ഇപ്പൊ സന്തോഷമായോ? ഇനി കർത്താവിന് വേണ്ടി ജീവിക്കുവോ? അത് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. ഓരോ ദിവസവും ആരോഗ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ലോർഡ്, നോക്കിക്കേ, ജീവനെ ഉള്ള ഭയം. മറ്റേ ഈ അസുഖം കൊണ്ട് മരിക്കുമെന്നൊരു പേടി ഉണ്ടായിരുന്നോ? അങ്ങനെ പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. മരണം മാറി ജീവൻ വന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു. ഈ മകന് കൊടുത്ത വലിയ അത്ഭുതത്തിനായി നന്ദി. ഒരാൾ പിടിക്കാതെ നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഈ മകന് ആരോഗ്യത്തോടെ ആഹാരം കഴിക്കാൻ കൃപ കൊടുത്തു, ശബ്ദം പുറത്തു വരാൻ കൃപ കൊടുത്തു. യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ എന്ന രോഗത്തിന്റെ ദുരാത്മാവിനെ ഞങ്ങൾ സഭയായി എന്നേക്കുമായി ബന്ധിക്കുന്നു. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൈകൾ TV സ്ക്രീനിന് നേരെ നീട്ടുക. നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഒരു ദൈവിക വിടുതൽ ഏറ്റെടുക്കാൻ പറ്റും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരഭിമുഖീകരിക്കുന്ന പ്രശ്നം, അവർ ചില നാളുകളായി പ്രയാസപ്പെടുന്ന എല്ലാ അവസ്ഥകളും എൻ്റെ കർത്താവ് മാറ്റണം. അവരെ പൂർണ്ണമായി എൻ്റെ ദൈവം വിടുവിക്കണം. അങ്ങ് ജയാളിയായി അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണം. ശാപങ്ങൾ പൊട്ടട്ടെ, പരാജയങ്ങൾ മാറട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അവരുടെ കടഭാരങ്ങൾ മാറട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ. സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം അവർക്ക് ലഭിക്കട്ടെ.
യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നിങ്ങളൊരു വലിയ അത്ഭുതം പ്രതീക്ഷിക്കണം. നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണ്, തൊട്ട് താഴത്തെ നമ്പറിൽ വിളിക്കുക. ദൈവം നിങ്ങളുടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ വരിക. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. ഈ പ്രോഗ്രാം നിങ്ങളുടെ ലൈഫിൽ വലിയ ബ്ലെസ്സിങ് ആയി മാറും. നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.